നമസ്കാരം. കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശാജനകമായൊരു ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. പൂർണ്ണമായും തഴഞ്ഞ ബജറ്റ് എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റാണ്. മൂന്നാം മോദി സർക്കാരിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിവേഗ റെയിൽപാത, എയിംസ്, ഇതൊന്നും പ്രഖ്യാപിക്കാതെയുള്ള ബജറ്റ് കേരളത്തിന് കടുത്ത നിരാശയായി. 7 അതിവേഗ റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചതിൽ കേരളം ഇടം നേടിയിട്ടില്ല. വിഴിഞ്ഞം തുറമുഖ വികസനത്തിനും പ്രഖ്യാപനമില്ല. അതിവേഗ റെയിൽപാത പദ്ധതി പ്രതീക്ഷിച്ച കേരളത്തിന് കടലാമ പരിപാലനത്തിനുള്ള പദ്ധതിയാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka and Kerala. And 3 bird watching trails along the Pulikat Lake in Andhra Pradesh, Tamil Nadu. It's on the border. സംസ്ഥാനത്തെ ഉൾപ്പെടുത്തി ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതാണ് ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിനുള്ള ചെറുനേട്ടം. നാളികേര വികസനത്തിനും കൊക്കോ, കശുവണ്ടി മേഖലയ്ക്കും പ്രഖ്യാപിച്ച പദ്ധതികൾ കേരളത്തിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. A scheme for rare earth permanent magnets was launched in 2025 November. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. India is the world's largest producer of coconuts. About 30 million people, including nearly 10 million farmers, depend on coconuts for their livelihood. I propose a coconut promotion scheme to increase production and enhance productivity through various interventions, including replacing and non-productive trees with new saplings or plants or varieties in major coconut growing states and create new employment opportunities. We will support high value crops such as coconut, sandalwood, cocoa, cashew in the coastal areas, agar trees in northeast and nuts such as almonds, walnuts and pine nuts in our hilly regions. These all of them will be supported. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, തെരഞ്ഞെടുപ്പ് വർഷമാണ്. കേരളത്തിന് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരുന്ന എയിംസ്, അതിവേഗ റെയിൽ, ശബരിപാതയ്ക്കുള്ള സഹായം, വിഴിഞ്ഞത്തിനുള്ള സഹായം, ഇതൊന്നും ഇത്തരം ഒരു പ്രഖ്യാപനങ്ങളുമില്ലാതെ, പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളം നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതാണ്. ഇതൊന്നുമില്ലാതെ അങ്ങേയറ്റം നിരാശാജനകമായ ബജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അനുജ, ഇത്തവണ കേന്ദ്ര ബജറ്റിലേക്ക് പോകുമ്പോൾ പതിവിൽ കൂടുതൽ പ്രതീക്ഷകൾ കേരളത്തിനുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് അടിസ്ഥാനവും ഉണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അടക്കമുള്ള 5 സംസ്ഥാനങ്ങൾ. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയ ബീഹാറിന് വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. സമാനമായി ഇത്തവണയും BJPക്ക് താല്പര്യം ഉള്ള 3 സംസ്ഥാനങ്ങളാണ്. നിലവിൽ പ്രതിപക്ഷം ഭരിക്കുകയും BJP അധികാരത്തിലെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന 3 സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാളും തമിഴ്നാടും കേരളവും. അതുകൊണ്ട് തന്നെ സമാനമായി ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വിജയത്തിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ. എന്നാൽ അതിലൊന്നും തന്നെ, ആ പ്രതീക്ഷയിലൊന്നും തന്നെ കാര്യമായ പ്രഖ്യാപനങ്ങളിൽ കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് ബജറ്റ് പ്രസംഗത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു പ്രഖ്യാപനം എന്നുള്ളത് ധാതു ഇടനാഴിയാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുള്ള ധാതു ഇടനാഴിയാണ് കേരളത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ ഒരു പ്രധാന പ്രഖ്യാപനം എന്ന് പറയുന്നത്. ആ ധാതു ഇടനാഴിയാകട്ടെ സംസ്ഥാന ബജറ്റിൽ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. കേരളം കാത്തിരുന്ന ഒരു പദ്ധതി എന്നുള്ളത് അതിവേഗ റെയിൽ ഇടനാഴിയായിരുന്നു. അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മന്ത്രി പി രാജീവ് ഒരു സംശയം പ്രകടിപ്പിച്ചത് ഇവിടെ നിന്നുള്ള ധാതു സമ്പത്ത് കൊണ്ടുപോകാനാണോ ഈ ഇടനാഴി എന്ന് പോലും സംശയിക്കുന്നുണ്ട് എന്നാണ്. തീർച്ചയായും അനുജ, ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ബജറ്റിൻ്റെ കൂടുതൽ പൂർണ്ണമായ പരിശോധനയിലൂടെ മാത്രമേ ഇത്തരത്തിൽ കൂടുതൽ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ. അതേസമയം പ്രഖ്യാപനത്തിൽ ഏറെ പ്രതീക്ഷിച്ചിരുന്നു. കേരളം പതിവിലും കൂടുതൽ പ്രതീക്ഷ ഇത്തവണ പുലർത്തിയിരുന്നു. എന്നാൽ അതെല്ലാം നിരാശരാക്കുന്ന തരത്തിലുള്ള ബജറ്റ് എന്ന പ്രതികരണം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് MP മാരിൽ നിന്നും. എങ്ങനെയാണ് ബജറ്റ് ഇത്തവണ കാണുന്നത്?
താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളാരും ഇതിൻ്റെ അകത്ത് ഈ ഗവൺമെൻറ് കേരളത്തിനെ പ്രത്യേകിച്ച് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയുടെ ഭൂപടത്തിലുണ്ടോ എന്ന് പോലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ബഡ്ജറ്റിനെ കുറിച്ച് പൊതുവേ നമ്മൾ പറയും നിരാശാജനകമാണെന്ന്. ഇത് നിരാശാജനകം മാത്രമല്ല, ഇത് സീറോയാണ് ഈ ബഡ്ജറ്റ്. കേരളത്തെക്കുറിച്ച് പറയാവുന്ന പരാമർശിക്കാവുന്ന ചില മേഖലകളിലൂടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കടന്നുപോയി വായനയിൽ. അതിലൊന്ന് നമ്മുടെ കോസ്റ്റൽ ഏരിയയെക്കുറിച്ചിട്ടാണ്, മറ്റൊന്ന് ടൂറിസത്തെക്കുറിച്ചിട്ടാണ്, മറ്റൊന്ന് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്, മറ്റൊന്ന് ഹെൽത്തിനെ കുറിച്ചിട്ടാണ്, മറ്റൊന്ന് ഷിപ്പ് റിപ്പയർമെൻറ്റിനെ കുറിച്ചിട്ടാണ്. അങ്ങനെയുള്ള ചില മേഖലകളുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ മേഖലയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ കോസ്റ്റൽ മേഖലയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഷിപ്പ് റിപ്പയർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അവിടെയാണ് വിക്രാന്ത് പോലെയുള്ള ഷിപ്പിൻ്റെ റിപ്പയർമെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിപ്പ് റിപ്പയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വാരാണസിയിൽ ഷിപ്പ് റിപ്പയർമെൻ്റ് ഒരു യൂണിറ്റ് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വാരാണസിയിലും പാറ്റ്നയിലും. അതുപോലെ തന്നെ ടൂറിസം, ഏറ്റവും വലിയ ടൂറിസ്റ്റ് സങ്കേതമാണ് കേരളം. ആ ടൂറിസ്റ്റ് സങ്കേതത്തെക്കുറിച്ച് സീപ്ലെയിനെ കുറിച്ച് പറഞ്ഞു. കേരളം എത്രയോ നാൾ മുമ്പ് സീപ്ലെയിൻ പരീക്ഷിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ഒരു സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളും എം പിമാരും കേരള ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ആവശ്യവും പരിഗണിച്ചിട്ടില്ല. ഹൈ സ്പീഡ് കോറിഡോറിനെ കുറിച്ച് പറഞ്ഞു. 7 ഹൈ സ്പീഡ് കോറിഡോർ അനൗൺസ് ചെയ്തു. അതിൽ കേരളത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എയിംസ് എന്നത് കേരളത്തിൻ്റെ സ്വപ്നമാണ്, ഈ ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ആയുർവേദ എയിംസിനെ കുറിച്ച് പറഞ്ഞു. ആയുർവേദ എയിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പ്രതിപാദിക്കേണ്ട സംസ്ഥാനമാണ് ഈ കേരളം. കാര്യം ആയുർവേദ രംഗത്ത് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണ്, പ്രദേശമാണ് കേരളം. ആ കേരളത്തെക്കുറിച്ച് ഈ എയിംസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സ്പോർട്സ്, നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ സ്പോർട്സിൻ്റെ മേഖലയിൽ അത് ട്രാക്ക് ആൻഡ് ഫീൽഡ് എടുത്താലും ഗെയിംസ് എടുത്താലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ നിരന്തരമായ ആവശ്യമാണ്. ഞങ്ങളെപ്പോലെ എം പിമാർ പലവട്ടം ആവശ്യപ്പെട്ടതാണ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ആയുർവേദ എയിംസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേരളത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഇവിടുത്തെ പിൽഗ്രിമേജ് ടൂറിസം, ഏറ്റവും കൂടുതൽ പിൽഗ്രിമേജ് ടൂറിസം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം, പരാമർശിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. നമ്മളിപ്പോൾ വിഴിഞ്ഞത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഒന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിലെ കണക്ടിവിറ്റിയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് പോലും തോന്നത്തക്ക തലത്തിലല്ല ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിരാശരാണ് ഞങ്ങൾ. നിർഭാഗ്യമായി പോയി. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരന്തരമായി പറഞ്ഞിട്ടും ഒരു വാക്ക് പോലും കേരളത്തെക്കുറിച്ച് പരാമർശിക്കാതെ കടന്നുപോയ ഈ ബഡ്ജറ്റിന് കേരളത്തിലെ ജനങ്ങളോടുള്ള അവഗണനയല്ല, കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു എതിർപ്പും പ്രതിഷേധവുമാണ് ഈ ഗവൺമെൻറ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനുജ, ഇത്തരത്തിൽ നിരാശ എന്നല്ല, അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു എതിർപ്പാണ് ഈ ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന കടുത്ത പ്രതികരണമാണ് ബെന്നി ബെഹനാൻ എം പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ ഒരു ബജറ്റിനോടുള്ള പ്രതികരണമായി ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതെല്ലാം തന്നെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറെ ഈ 29 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് സംസ്ഥാനം നൽകിയിരുന്നു. അതിൽ അനുഭാവപൂർവമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് എം പിമാർ പ്രതികരിക്കുന്നത്. ഒട്ടേറെ പദ്ധതികൾ ഇത്തവണ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അതിലെ ഒന്നും തന്നെ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ വിവിധ എം പിമാർ നിരാശ പ്രകടിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? കേരളം വലിയ പ്രതീക്ഷ ഇത്തവണ പുലർത്തിയിരുന്നു ഈ ബജറ്റിൽ. കേരളത്തെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയുടെ മാപ്പിൽ കേരളം ഉള്ളതായിട്ട് അംഗീകരിക്കാൻ മടിയുള്ളത് പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡല്ലേ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം ബഡ്ജറ്റിലെ ചില ടേംസുമായിട്ട് തന്നെ കോറിലേറ്റ് ചെയ്താൽ പറയാൻ പറ്റാവുന്നത് കേരളത്തിൻ്റെ വികസനം ആമയുടെ വേഗത്തിൽ മതിയെന്നാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. വേഗത്തിൽ വേണ്ട എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഹൈ സ്പീഡ് റെയിൽവേ കൊറിഡോർ 7 മെൻഷൻ ഉണ്ടായി, കേരളത്തെ മെൻഷൻ ചെയ്യുന്നില്ല. എയിംസ് കേരളത്തിന് എന്നോ പറയാൻ തുടങ്ങിയതാണ്, ഇനിയും അത് എവിടെയാണെന്ന് ഡിക്ലെയർ ചെയ്തതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിലൊരു തീരുമാനം വ്യക്തത ഉണ്ടാവുന്നില്ല. അപ്പം കേരളത്തെ കണ്ണിൽ കാണാത്ത, കേരളം കണ്ണിൽ പെടാത്ത തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഗവൺമെൻറ് വെച്ച് പുലർത്തുന്നത്. മാത്രമല്ല സ്വതുവെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതീക്ഷ യുവാക്കൾക്കുള്ളത്? നമ്മുടെ പ്രവാസി സമൂഹത്തിന് എന്താ ഉള്ളത്? സത്യം പറഞ്ഞാൽ ധനമന്ത്രിക്ക് തന്നെ ബോറടിച്ചു പോയിട്ടുള്ളൊരു ബജറ്റാണോ എന്ന് തോന്നുന്ന തരത്തിലാണ് അതിൻ്റെ അവതരണവും അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത്.
അവർക്ക് പോലും കാര്യമായിട്ടൊന്നും പറയാനില്ല. ഒരു സെക്ടറിനെ ഉത്തേജിപ്പിക്കുന്ന ഒന്നും കാര്യമായിട്ട് പറയാനില്ലാത്തത്. നാളികേരം കശുവണ്ടി വികസനം ആണ് പ്രധാനമായി എടുത്തു പറഞ്ഞത്. പിന്നീട് ഈ കടലാമ എംപിമാരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം നിരാശാജനകം എന്നുള്ളതാണ്. കേരളത്തെ വിട്ടുകളഞ്ഞ ബജറ്റ് എന്നതാണ് പ്രതികരണം. ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. ബോംബെ പൂനെ എന്നൊക്കെ പറയുമ്പോഴും അതിന് വെറും പറച്ചിലല്ല, അവിടെയൊക്കെ രാഷ്ട്രീയമുണ്ട്. BJPക്ക് ഇഷ്ടപ്പെട്ട സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ. BJPയുടെ പെറ്റ് സ്റ്റേറ്റ്സ്. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. ബോംബെ ആയാലും പൂനെ ആയാലും എവിടെയായാലും അവർക്ക് കൊടുക്കും. അവർക്ക് രാഷ്ട്രീയ കാരണത്താൽ ഇഷ്ടപ്പെടാത്ത ഗവൺമെൻറ്റുകളുണ്ട്, കേരളം പോലെയുള്ള. അവിടെയെല്ലാം പാചകം മാത്രം. ഈ ബജറ്റിലും ആ കാര്യം വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ബജറ്റ് മാരിടൈം ക്ലസ്റ്റർ എന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. ഏറ്റവും വലിയൊരു തീര സംസ്ഥാനമാണ് കേരളം. തെക്ക് വടക്ക് മുഴുവനും തീരമുണ്ട്. തെക്കും വടക്കും എല്ലാം തീരമാണ് കേരളത്തിൻ്റെ. എല്ലാം മുട്ടിക്കിടക്കുകയാണ്. അതിർത്തി പടിഞ്ഞാറ് ഭാഗത്തെല്ലാം സമുദ്രമാണ്. മാരിടൈം ക്ലസ്റ്ററിൽ അപ്രകാരം ഒരു സംസ്ഥാനത്തിന് സ്ഥാനം വേണോ വേണ്ടയോ? BJPയും നിർമ്മലാ സീതാരാമനും പറയുന്നു കേരളം വേണ്ട. എന്താ കാരണം? അവിടെ ഇടതുപക്ഷം ഭരിക്കുന്നു. അവർക്ക് ഭൂമിശാസ്ത്രം ബാധകമല്ല, ചരിത്രം ബാധകമല്ല, യാഥാർത്ഥ്യം ബാധകമല്ല, രാഷ്ട്രീയ ഇഷ്ടം, രാഷ്ട്രീയ അനിഷ്ടം അത് മാത്രം ബാധകം. അങ്ങനെയല്ല ഗവൺമെൻറ് ഭരിക്കേണ്ടത്. ഈ മാരിടൈം ക്ലസ്റ്റർ അടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് കാണിക്കുന്ന വഞ്ചനയെപ്പറ്റി പറയുമ്പോൾ ഞാൻ പറയട്ടെ. ഞാൻ പല ചാനലിൻ്റെയും തലക്കെട്ട് കണ്ടു. ഇപ്പോൾ അതിവേഗ റെയിൽവേ ഇല്ല, ആമയുണ്ടെന്ന് തലക്കെട്ടാണ് ഞാൻ വായിച്ചത്. നിങ്ങളുടെ ഹെഡിങ്സ് ഞാൻ കണ്ടതാണ്. അതിവേഗ പാതയില്ല, ആമയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തമാശ അതിനകത്തുണ്ട്. ആർക്കും വ്യാമോഹം വേണ്ട. ആമയെ സംരക്ഷിക്കുക വഴി സമുദ്രത്തിൻ്റെയും പരിസ്ഥിതിയെ BJP ഗവൺമെൻറ് സംരക്ഷിക്കാൻ പോകുന്നുവെന്ന് ആർക്കും വ്യാമോഹം വേണ്ട എന്ന് എഴുതി വയ്ക്കുന്നു. ഈ ആമ സംരക്ഷണത്തിൻ്റെ വർത്തമാനം വെറും പൊള്ളത്തരമാണ്. ആമയുടെ സംരക്ഷണത്തിന് വേണ്ടത് ഒരു പ്രഖ്യാപനം മാത്രമല്ല, അത് മാത്രമല്ല, സമുദ്രതീരം, അന്തർഭാഗങ്ങൾ, അങ്ങനെയെല്ലാം വേണ്ടതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്താലേ ആമയ്ക്കും ഭാവിയുള്ളൂ, ആമയ്ക്കും ജീവിതമുള്ളൂ. അവിടെ എന്താ ഗവൺമെൻറ് നയം? അവിടെ ഗവൺമെൻറ് നയം ബ്ലൂ ഇക്കോണമിയാണ്. ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ആഴവും മേൽപ്പരപ്പും അതിൻ്റെ തീരവും എല്ലാം കൊള്ളയടിക്കുക എന്നുള്ളതാണ്. കണ്ണും പൂട്ടിയിട്ടുള്ള ഭ്രാന്ത് പിടിച്ച ഖനനത്തിന് വേണ്ടി നമ്മുടെ എല്ലാ സമുദ്രങ്ങളെയും മാറ്റിവെച്ച ഒരു ഗവൺമെൻറ് ആ പാപത്തിൻ്റെ കറ മൂടി വയ്ക്കാൻ വേണ്ടി ആമയെപ്പറ്റി പറഞ്ഞാൽ അത് കേട്ടൊന്നും കേരളക്കാരും ഇന്ത്യക്കാരും വഞ്ചിക്കപ്പെടാൻ പോകുന്നില്ല. ആമയ്ക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ആമ പറഞ്ഞേനെ. എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തെയും സമുദ്രങ്ങളെയും തീരദേശങ്ങളെയും ആകത്തന്നെയും വഞ്ചിക്കുന്ന മത്സ്യബന്ധനത്തെ ഉപജീവനമായി കാണുന്ന കോടിക്കണക്കായ തൊഴിലാളികളെ, മത്സ്യസമ്പത്തിനെ, അതിൻ്റെ എല്ലാം രാഷ്ട്രീയം നോക്കിയാണ് ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. അത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞ് അങ്ങേയറ്റം രൂക്ഷമായ വിമർശനമാണ് ബിനോയ് വിശ്വം ഉന്നയിക്കുന്നത്. അതിനിടെ കെ സുരേന്ദ്രന്റെ ഒരു പ്രതികരണം വരുന്നത് സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ബജറ്റാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. ധാതു ഇടനാഴി, നാളികേര ഉത്പാദന വർധനവിനുള്ള പദ്ധതികൾ എന്നിവ സംസ്ഥാനത്തിന് ഗുണം ചെയ്യും എന്നതാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. കേരളത്തോട് കടുത്ത അവഗണനയും വിവേചനവുമാണ് കേന്ദ്ര ബജറ്റിൽ എന്നതാണ് മന്ത്രി P രാജീവിന്റെ പ്രതികരണം. അതിവേഗ റെയിൽ, എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ അനുവദിച്ചില്ല, അർഹമായ നികുതി വിഹിതം നൽകിയില്ല എന്നും മന്ത്രി തുറന്നടിച്ചു. കണ്ണിൽ പൊടിയിടാൻ പോലും ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല എന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. അതിവേഗ റെയിലിന് യോഗ്യതയുണ്ടായിട്ടും അവഗണിച്ചു. E. ശ്രീധരനെ ഉപയോഗിച്ച് കേരളത്തെ കബളിപ്പിക്കാൻ BJP ശ്രമിച്ചുവെന്നും ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു. കേൾക്കാം. ഇതിനു മുൻപായി ഇപ്പോൾ E. ശ്രീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് 16 റെയിൽവേ ബോർഡ് പോയിട്ട് മന്ത്രിയെ കണ്ടപ്പോൾ ഇതിനുവേണ്ടിയല്ല ഞാൻ പോയത്.
അതിവേഗതയ്ക്ക് വേണ്ടിയല്ല പോയത്, വേറെ സംഗതിക്ക്. അത് നിലമ്പൂർ നഞ്ചക്കോട് റെയിൽവേയിലേക്കാണ് പോയത്. ആ പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഒന്നും മൂവ് ചെയ്യില്ല, വളരെ ആവശ്യമുള്ള പ്രൊജക്റ്റാണ് കേരളത്തിന്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആക്ഷൻ എടുക്കില്ല, സംസ്ഥാന ഗവൺമെൻറ് ആക്ഷൻ എടുക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ കുഴപ്പം, അപ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യണം എന്നോട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടത്. ഉണ്ടാക്കിക്കോട്ടെ, ഉടനെ ഉണ്ടാക്കാമല്ലോ അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് DMRC ഏൽപ്പിക്കുകയാണ് നല്ലത്. കാരണം DMRC ഈ പ്രോജക്റ്റ് 2 പ്രാവശ്യം ഹാൻഡിൽ ചെയ്താണ്, എല്ലാ ഡാറ്റ വരുത്തുന്നുണ്ട്. അവരാണെങ്കിൽ ഒരു 8 മാസം കൊണ്ട് തീർക്കും. വേറെ ആര് വന്നാലും ശരി അത് 1.5 കൊല്ലം എടുക്കും. തിരിച്ച് 1 വർഷം കൊണ്ട് ആയിക്കോട്ടെ. അത് അപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഇത് കൊടുക്കും, പെർമിഷൻ കൊടുക്കും, അതിന് DMRC ചെയ്യാനാ കൊടുക്കുക. എന്നാണല്ല എനിക്കെന്നാ തരിക, DMRC ഇൻ ടേൺ വിൽ ഗിവ് ഇറ്റ് മീ, അതാണ് എനിക്ക് പറഞ്ഞത്. എന്നിട്ട് അതിന് പബ്ലിസിറ്റി കൊടുക്കാൻ പറഞ്ഞു. പേപ്പർ അന്ന് പബ്ലിസിറ്റി കൊടുത്താണല്ലോ പേപ്പറിൽ, ഞാൻ കൊടുത്തതല്ല. സാർക്ക് കേന്ദ്രത്തിൽ നിന്ന് രേഖാമുഖേന എന്തെങ്കിലും വിവരം ഇല്ല, അത് വേറെ താമസം, അത് അങ്ങനെ പെട്ടെന്ന് വരില്ല. ഇതുവരെ ഒരു രേഖയും കിട്ടിയിട്ടില്ല. ഇല്ല. പക്ഷേ മന്ത്രിയോട് നേരിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ ഞാൻ മടങ്ങി വന്നോളെ ഞാൻ മന്ത്രിക്ക് ലെറ്റർ അയച്ചു. അദ്ദേഹം നമ്മൾ സംസാരിച്ചല്ലോ, ഇതിനുള്ള സാങ്ഷൻ കൊണ്ട് തരണമാണ്. മന്ത്രിയിലുണ്ടായിരുന്നില്ല, മന്ത്രി 2-3 ദിവസം മുമ്പേ വന്നിട്ടുള്ളേ, ഇല്ല. അദ്ദേഹം അതൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണ്ടേ. ചില സാഹചര്യങ്ങളിൽ അതായത് ബഡ്ജറ്റിലല്ലാതെ പുറത്ത് ഇത്തരത്തിൽ റെയിൽവേ മന്ത്രി ഈ പ്രസ് മീറ്റുകളൊക്കെ വിളിച്ച് പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട്. അത്തരം ഒരു പ്രഖ്യാപന നീക്കമായിരിക്കും ഇനി ഉണ്ടാവുക? അല്ലല്ല ഇനി ഉണ്ടാവാൻ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ആക്കാൻ അദ്ദേഹം സമ്മതിച്ചു കഴിയാണ്. അതിനുള്ള റെഗുലർ ഓർഡർ DMRCക്കാണ് പോവുക, എനിക്കല്ല വരിക, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അല്ല പോവുക. ഒരു റെഗുലർ ഓർഡർ അയക്കും. ഐ എം എക്സ്പെക്ടിങ് ഇറ്റ് ഇൻ 3-4 വിത്തിൻ എ വീക്ക് ഡെഫിനറ്റ്ലി. ആ ഓർഡർ വരും. DMRC ഇൻ ടേൺ എന്നോട് പറയും, ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്, സാറിന് ഞങ്ങൾ സഹായിച്ചാൽ വേണ്ടി എടുക്കാൻ കൊണ്ട് ഒരു ലെറ്റർ അയക്കും. അവരതിനെ സംസാരിച്ച് കഴിയും ഓറലായിട്ട്. സാർ നേരിട്ട് റെയിൽവേ മന്ത്രിയുമായിട്ട് തന്നെ കൂടിക്കാഴ്ച നടത്തിയതല്ലേ? 16-ാം തീയതി, ഈ മാസം 16 ജനുവരി 16-ാം തീയതി കാലത്ത് 10:30 മണിക്ക് അദ്ദേഹം ഞാൻ കണ്ടത്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾക്കും ഉടനെ ഒന്നും റിസൾട്ട് വരില്ല. ഐ ഡോണ്ട് വോണ്ട് ടു വേസ്റ്റ് ടൈം. ഞാനെന്താ എൻ്റെ ഉദ്ദേശം അറിയോ, ജൂൺ ജൂലൈ മഴ വന്നു, പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് പ്രധാനപ്പെട്ട സർവേ കഴിക്കണം. ജൂണിന് മുന്നേ പ്രധാനപ്പെട്ട സർവേകളൊക്കെ കഴിക്കണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശയാണ്. കേരളത്തോട് കടുത്ത അവഗണനയും വിവേചനവും എന്നാണ് മന്ത്രി P. രാജീവ് പറഞ്ഞത്. അതിവേഗ റെയിൽ, എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ അനുവദിച്ചില്ല, അർഹമായ നികുതി വിഹിതം നൽകിയിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. ജോൺ ബ്രിട്ടാസും അങ്ങേയറ്റം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കണ്ണിൽ പൊടിയിടാൻ പോലും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത്. പ്രതികരണങ്ങൾ കേൾക്കാം. കേരളത്തോട് കടുത്തൊരു അവഗണന തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ അതിവേഗ റെയിൽ സംവിധാനം സംസ്ഥാന ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് കേന്ദ്രത്തിന് നൽകിയിരുന്നു. അതിന് അംഗീകാരം നൽകാതിരിക്കുന്നു. പുതുതായി കേന്ദ്രം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നു എന്നുള്ളത് കടുത്ത വിവേചനമാണ്. അതുപോലെ തന്നെ എയിംസ് നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് ആദ്യം ഒരു സ്ഥലത്തിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അന്ന് 3 സ്ഥലങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചു. എന്നിട്ടും എയിംസ് നൽകുന്നതിന് LDA മിക്കവാറും എത്രയോ എയിംസുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അത് നൽകുന്നില്ല എന്നതാണ് കാണുന്നത്. ഇപ്പോൾ വരുന്ന ഭേദഗതികൾ സംസ്ഥാനത്തുള്ള അധികാരത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ധാതുക്കളുടെ ലേലം ഉൾപ്പെടെ കേന്ദ്രത്തിന് നേരിട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്ന ചില ഭേദഗതികൾ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ധാതുക്കൾ എടുക്കാനാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. പൊതുവെ കേരളത്തിൻ്റെ ഒരാവശ്യത്തോടും അനുഭാവപൂർവമായ ഒരു പരിഗണനയും നൽകാത്ത ഒരു ബജറ്റാണ്. നമ്മളൊക്കെ വിചാരിച്ചു കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുകൊണ്ട് കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമെന്ന്. 7 കോറിഡോറുകളിൽ ഏറ്റവും കൂടുതൽ അതിവേഗ തീവണ്ടിപ്പാതയ്ക്ക് യോഗ്യതയുള്ള കേരളത്തെ പൂർണ്ണമായും വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ദൗർഭാഗ്യകരമായ കാര്യം. ഈ ശ്രീധരനെ ഉപയോഗിച്ച് BJP കേരളത്തെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. നമ്മുടെ പ്രതീക്ഷ ആമയുടെ മുകളിലാണ്. അതായത് കേരളം ആമയെ പോലെ ആകണമെന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കേരളത്തെ ഞെരിച്ച് ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അതാണ് വലിയ വിമർശനമാണ് ഇപ്പോൾ കേന്ദ്ര ബജറ്റിൽ കേരളത്തിനായി നീക്കിവെച്ചതിൽ ഉയർന്നു വരുന്നത്. കേരളത്തെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള ബജറ്റ്. ദീപക് ധർമ്മടമുണ്ട്. ദീപക്, നമ്മളൊക്കെ വലിയ നിരാശയിലാണ്. കേരളത്തെ നമ്മളുടെ രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കിയോ എന്നുള്ള ചോദ്യങ്ങൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവേഗ റെയിൽ പദ്ധതി ഇപ്പോൾ ഇ ശ്രീധരൻ മാധ്യമങ്ങളോട് പറയുകയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയതാണ്, അപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇനിയും പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും എന്താണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അതിവേഗ റെയിലില്ല, ശബരി പാത പ്രഖ്യാപനമില്ല, കൂടാതെ എയിംസ് ഇല്ല. നമ്മൾ എത്രയോ കാലങ്ങളായി കാത്തിരുന്നതാണ്. അതൊന്നുമില്ലാതെ എന്താണ് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിപ്പോൾ ഈ ഒരു ധാതു ഖനന ഇടനാഴി, കടലാമ പരിപാലനം, സംരക്ഷണം എന്നൊക്കെ പറയുന്നു. നാളികേര കർഷകർക്ക്, കൊക്കോ കശുവണ്ടി കർഷകർക്ക്, ഇതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ എടുത്തു പറയാനില്ല. സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ബജറ്റിൽ കാര്യമായ എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് ബജറ്റ് നിരീക്ഷണമായി അല്ലെങ്കിൽ ബജറ്റ് പ്രതീക്ഷയായി നമ്മൾ പങ്കുവയ്ക്കാറുള്ളത്. പക്ഷേ എന്നാൽ അത്തരത്തിൽ BJP ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ BJP രാഷ്ട്രീയമായി കേരളത്തിൽ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നില്ല എന്ന സൂചന നൽകുന്ന ഒരു ബജറ്റായി വേണം നമുക്കിതിനെ പ്രാഥമികമായി തന്നെ വിലയിരുത്താൻ. കാരണം അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരൻ നേരത്തെ തന്നെ അദ്ദേഹം ഒരു സാധ്യതാ പഠനത്തെക്കുറിച്ച് കൂടി പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയില്ലെന്ന സൂചനയാണ് കേന്ദ്ര ബജറ്റ് നൽകുന്നത്. അതായത് അതിവേഗ റെയിൽവേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇ ശ്രീധരൻ പറഞ്ഞു. മാത്രവുമല്ല, അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ 16-ാം തീയതി അദ്ദേഹം കേന്ദ്ര റെയിൽ മന്ത്രി പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതും ഇത്തരത്തിലുള്ള സാധ്യതയെക്കുറിച്ചൊരു കൃത്യമായി ധരിപ്പിച്ചതുമാണ് എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതിവേഗ റെയിലിനെ കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിനെ അവഗണിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്തരമൊരു തയ്യാറെടുപ്പ് നേരത്തെ നടന്ന പശ്ചാത്തലത്തിൽ അത് ബജറ്റിൽ ഉൾപ്പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ അവഗണനയായി വ്യാഖ്യാനിക്കേണ്ടി വരും. മറ്റൊന്ന്, കുറേ കാലമായി പ്രതീക്ഷിച്ചതാണ് കേരളത്തിൽ എയിംസ് എന്നുള്ളത്. എയിംസിന് സ്ഥലമേറ്റെടുക്കൽ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. അത് കോഴിക്കോട്ടെ കിനാലൂരിലാണ്. പക്ഷേ എന്നാൽ ആലപ്പുഴയിൽ വേണമെന്നും തൃശ്ശൂരിൽ വേണമെന്നും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ എന്നിരുന്നാലും എവിടെയായാലും കേരളത്തിൽ ഒരു എയിംസ് ഉണ്ടാകും ഈ ബജറ്റിൽ എന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ ബജറ്റ് പ്രതീക്ഷയും പാടേ ഇല്ലാതായിരിക്കുന്നു. കാരണം കേരളത്തിന് എയിംസ് ഇല്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി. അതായത് ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ പോലും ഏതെങ്കിലും രീതിയിൽ പ്രധാന പരിഗണനാ വിഷയമായി വരേണ്ട പദ്ധതികൾ പോലും ബജറ്റിൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കേരളം ഇപ്പോൾ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അത്തരമൊരു റഡാറിലില്ല എന്ന് വിലയിരുത്തേണ്ടി വരും. മറ്റൊന്ന്, നേരത്തെ ജോൺ ബ്രിട്ടാസ് MP തമാശയായി പരിഹാസ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ ആമയും തേങ്ങയും, ആ കോറിഡോർ ഇതും അതുപോലെ തന്നെ നാളികേര വികസനത്തിൻ്റെ പദ്ധതികളും ഇത്തരം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. വലിയ പദ്ധതികൾ, വികസന പദ്ധതികൾ, എയർപോർട്ട് വികസനം, സീപോർട്ട് വികസനം, ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊന്ന്, നമ്മളിപ്പോൾ കാസർഗോഡ് നിൽക്കുമ്പോൾ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാക്കേജ് പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിലുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നതുമാണ്. പക്ഷേ എന്നാൽ അത്തരത്തിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ ബജറ്റ് ചർച്ചകളിൽ എന്ത് വരും? മാത്രവുമല്ല, കേരളത്തിൽ നിന്നും 2 കേന്ദ്രമന്ത്രിമാരുള്ള പശ്ചാത്തലമുണ്ട്. അവർ ഏത് രീതിയിലായിരിക്കും ഇതിനെ ഇനി നേരിടാൻ പോകുന്നത്? പ്രത്യേകിച്ചും ഒരു പടിവാതിക്കലെത്തി എയിംസിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ആലപ്പുഴ എന്ന് പറഞ്ഞു, തൃശ്ശൂർ എന്ന് പിന്നീട് പറയുന്നു. അപ്പോൾ എയിംസ് ഒരു പ്രഖ്യാപനം പോലുമില്ല. മറ്റൊന്ന്, ഏറ്റവും എടുത്തു പറയേണ്ടത് ആയുർവേദത്തെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്, സംഭാവന നൽകിയിട്ടുള്ളതാണ്. കേരളത്തെ ഒരിക്കലും നമ്മൾ ആയുർവേദത്തിൽ നിന്ന് മാറ്റി നിർത്തി കാണാൻ കഴിയില്ല. എയിംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആയുർവേദ എയിംസ്, അവിടെയും കേരളമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആയുഷ് സിസ്റ്റത്തിനെ വളരെ കൃത്യമായി പരിപോഷിപ്പിച്ച നിലപാടായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി കേന്ദ്ര സർക്കാർ എടുത്തത്. അതിൽ വളരെ കൃത്യമായ നിലപാട് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രഖ്യാപിച്ചു, ആയുഷ് വകുപ്പ് തന്നെ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ ആയുഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ സിസ്റ്റം ആയുർവേദമാണ്. അത് കേരളത്തിൻ്റെ തനത് വൈദ്യശാസ്ത്രമാണ്. പക്ഷേ എന്നാൽ ഈ ആയുർവേദ എയിംസിലും കേരളം വരുന്നില്ല. കേരളത്തിൻ്റെ കോട്ടക്കലിൻ്റെയൊക്കെ പാരമ്പര്യം നമുക്ക് വളരെ പ്രശസ്തമാണ്. പക്ഷേ എന്നാൽ അത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആയുർവേദത്തെ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിലും കേരളം മാപ്പ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. മറ്റൊന്ന്, ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ സൂചികയിൽ കേരളം ഉയർച്ചയിലാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ബജറ്റ് വിഹിതത്തിൽ അല്ലെങ്കിൽ ബജറ്റ് പദ്ധതികളിൽ കൃത്യമായി കേരളത്തെ അടയാളപ്പെടുത്താതെ പോകും. ഇന്ത്യനെ ഒരു ദുർബലമായ ഇക്കോണമിയിൽ നിന്ന് മാറ്റി ലോകത്തിൻ്റെ 4ാം നമ്പറിന് ഇക്കോണമിയായി മാറ്റിയ ഒരു സർക്കാരാണ്. അതിൻ്റെ ഒരു മീഡിയം ടേമും ലോങ് ടേം ഇക്കണോമിക് സ്ട്രാറ്റജീൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ,
ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ കഴിഞ്ഞ 10-11 ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ, ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. PM ആവാസ് യോജന ആണോ, ജൽജീവൻ മിഷൻ ആണോ, PM ആയുഷ്മാൻ ആണോ, ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? പദ്ധതികൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? 2017 എയിംസ് വരും. എയിംസിന് വേണ്ടി മധുരയും കേരളത്തിന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ലാൻഡ് ആക്വിസിഷൻ ചെയ്യാത്ത സർക്കാരാണ് ലെഫ്റ്റ് സർക്കാർ. PM ആയുഷ്മാൻ എന്ന പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തപ്പോൾ ഇന്ന് 70 വയസ്സിന് മേലെ ആർക്കും നടപ്പിലാക്കാത്ത സ്ഥിതിയാണ് ലെഫ്റ്റ് സർക്കാർ. PM ആവാസ് യോജന എന്ന പ്രോഗ്രാം ഇന്നത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ കാണിച്ചു തന്നല്ലോ. അതിന് കാശ്, അതിന് ചെലവ് എല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ ഇന്നും 6000 കോടി 32 ലക്ഷം വീട്ടിൽ ജൽജീവൻ മിഷൻ എത്തിയിട്ടില്ല. അപ്പോൾ കിട്ടുന്നില്ല എന്നല്ല പറയേണ്ടത്. ഇന്ന് ലെഫ്റ്റ് സർക്കാരിൻ്റെ അവരോട് ചോദിക്കേണ്ടത് ഇതാണ്, നിങ്ങൾക്ക് തന്ന പദ്ധതികളും തന്ന പ്രോജക്ട്സും നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് 5, 9, 8, 9 കൊല്ലം കഴിഞ്ഞിട്ടും അവർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ, നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. ഡബിൾ എൻജിൻ സർക്കാർ വന്നാൽ ഈ നമ്മൾ കണ്ട 10 കൊല്ലം ഒരു അനാസ്ഥയും ഒരു കഴിവില്ലായ്മയും അതെല്ലാം മാറ്റി വികസനത്തിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ ഇവിടെ ആവശ്യം പ്രചരണമല്ല, തന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് ബഡ്ജറ്റിന് സമയത്ത് ദുർപ്രചരണം ചെയ്യാനില്ല, വികസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന കാലത്ത് NDA സർക്കാർ വന്നാൽ അത് ചെയ്യും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. അല്ല, അത് അവർ അക്വിസിഷൻ അല്ല. നോക്കൂ, ഞാനിപ്പോ വിവാദത്തിൽ ഇത്രയും പ്രതീക്ഷയോടെ കേരളം ഇരുന്നിട്ട് കേന്ദ്ര ബജറ്റിൽ ഒരു പരാമർശമില്ല. ആകെ പറഞ്ഞത് പുനരധിവാസ കേന്ദ്രം അല്ലെ വളർത്തൽ കേന്ദ്രം. നോക്ക്, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇന്ന് ഈ ബഡ്ജറ്റിൽ യുവാക്കൾക്ക് വേണ്ടി എത്രയോ അവസരങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് ടൂറിസം മേഖലയിലാണോ, സ്ട്രാറ്റജിക് മാനുഫാക്ചറിങ്ങിലാണോ, ഇലക്ട്രോണിക് കോമ്പണൻസ് മാനുഫാക്ചറിങ്ങിലാണോ, AI-യിലാണോ, കർഷക മേഖലയിലാണോ, ഇതെല്ലാം ഓൾ ഇന്ത്യ യുവാക്കൾക്ക് അവസരങ്ങളാണ്. പക്ഷേ അതിനെ നടപ്പിലാക്കാനും അതിനെ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൽ കപ്പാസിറ്റി വേണം, കഴിവ് വേണം. നോക്ക്, ഈ മുദ്രാവാക്യവും സ്ലോഗൻസും എടുത്ത് നടക്കുന്ന സർക്കാരല്ല നരേന്ദ്രമോദിൻ്റെ സർക്കാർ. 11 കൊല്ലം ഇന്ത്യ എവിടെയായിരുന്നു? ഇന്ത്യ 11 കൊല്ലം മുമ്പേ. ഇന്ന് ഇന്ത്യ എവിടെയാണെന്ന് അതിൻ്റെ ഉറപ്പും അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് മുമ്പിലുണ്ടല്ലോ. ഇനിയിപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഈ വികസനം നടക്കില്ല, അതൊരു ചർച്ച ആക്കണം, ഒരു ചർച്ചാ വിഷയം ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു വിവാദം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇതൊരു ചർച്ച ചെയ്യണം. അതിന് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, മുഖ്യമന്ത്രിയോട് നിങ്ങൾ തന്നെ പോയി പറയൂ, ഞങ്ങളുടെ ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ആരാണ് ഇവിടെ ഈ നാട്ടിൽ ശരിക്കും വർക്ക് ചെയ്യുന്നതും ആരാണ് ചെയ്യാത്തത്? നമ്മൾ അതിന് ചർച്ച ചെയ്യണം. മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്യുന്നുള്ള എത്രയോ കാലമായിട്ടുള്ള അവരുടെ ആവശ്യമാണ്. അക്കാര്യത്തിൽ നിയമപരിരക്ഷ നൽകിക്കൊണ്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല. കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള
യാതൊരു നടപടിയുമില്ല. കൃഷിക്കാരൻ്റെ ഡിസ്ട്രസ് അവസാനിപ്പിക്കാനുള്ള നടപടിയില്ല. അപ്പോൾ ആകെ മൊത്തം നോക്കിയാൽ നിരാശാജനകമായിട്ടുള്ള ബഡ്ജറ്റാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യാതൊരു പദ്ധതിയും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ പറഞ്ഞ കുറേ വാചകങ്ങൾ കുറച്ച് പുതിയ ഡിസൈനിൽ അവതരിപ്പിച്ചു. കർത്തവ്യപഥത്തിൽ നിന്നും ഉണ്ടാക്കിയ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു എന്നല്ലാതെ കാതലായ ഒന്നുമില്ല എന്നുള്ളതാണ് നിരാശാജനകമായ ബജറ്റ് എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. അല്പസമയം മുൻപ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇതുവരെ നടപ്പാക്കിയ പദ്ധതികൾ അതിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു. കേരളത്തിൽ വികസനം നടപ്പാക്കുന്നില്ല എന്നുള്ളൊരു ചർച്ച ചെയ്യാൻ സംവാദത്തിന് മുഖ്യമന്ത്രിയുമായി താൻ തയ്യാറാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എയിംസിന്റെ കാര്യത്തിലൊക്കെ ഇതുവരെ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ സർക്കാർ തയ്യാറായില്ല എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നമ്മൾ കേട്ടു. ഞാൻ തിരികെ ദീപക് ധർമ്മടത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിനൊപ്പം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്. ദീപക്, എങ്ങനെയാണ് അദ്ദേഹം ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്? അനുജ, CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ജാഥ ഇന്ന് ആരംഭിക്കുകയാണ്. അത് കുമ്പളയിൽ നിന്നും ആരംഭിക്കുന്നു. MV ഗോവിന്ദൻ മാസ്റ്ററാണ് നായകൻ. പക്ഷേ എന്നാൽ ഈ ദിവസം ബജറ്റ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. കേരളം പരിപൂർണമായി അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് പൂർണ്ണമായും. ഈ ഘട്ടത്തിലാണ് ജാഥാ നായകൻ നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. ഒരു വികസന മുന്നേറ്റ ജാഥയാണ് കേരളം ആരംഭിക്കാൻ പോകുന്നത്, ഇടതുമുന്നണി ആരംഭിക്കാൻ പോകുന്നത്. ആ ഘട്ടത്തിലാണ് ബജറ്റ് വന്നിരിക്കുന്നത്. പൂർണ്ണമായും കേരളത്തിന് അവഗണനയുമാണ്. പൂർണ്ണ അവഗണനയാണ്. കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് യാതൊരു ആനുകൂല്യവും പ്രഖ്യാപിക്കാത്ത ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നത് അതിശക്തിയായ പ്രതിഷേധം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ്. അത് പക്ഷേ വികസന മുന്നേറ്റ യാത്രയാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇടതുമുന്നണിയുടെ ജാഥാ നായകനായി വടക്കൻ കേരളത്തിൻ്റെ യാത്ര ഇന്ന് ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്തെ ഒരു ഇടതുപക്ഷ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയുള്ള യാത്രയാണോ ഇത്? ഇന്ത്യയിൽ ഒരേ ഒരു ബദൽ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് കേരളത്തിലും ഇപ്പോൾ ലോകത്തിനും മാതൃകയാവുന്ന രീതിയിൽ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്നത്. ആ ഗവൺമെൻറ്റിന് ഇനിയും മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വഴി ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ നിലനിർത്താനും പുതിയ നേട്ടങ്ങളിലേക്ക് ഒരു പുതിയ കേരളമാക്കി കേരളത്തെ മാറ്റാനുമാണ് ഞങ്ങളുടെ ശ്രമം. പക്ഷേ എപ്പോഴും പറയാറുള്ളതാണ്, ഒരുപക്ഷെ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാണ് നവകേരള സൃഷ്ടിയുടെ തുടർച്ച എന്നുള്ളത്. ആ അർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് ശേഷം ഒരു ഭരണ തുടർച്ചയിലേക്ക് പോകാനുള്ള കോൺഫിഡൻസ് എത്രമാത്രം? നവകേരള സൃഷ്ടി എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇതേവരെ ചെയ്തിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് ആദ്യം കോൺഗ്രസിൻ്റെ കാലത്ത് ടാറ്റയും ബിർളയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അദാനി അംബാനിയൊക്കെയാണ്. അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. അപ്പോൾ ഓരോ മേഖലയിലും പാവപ്പെട്ട ജനങ്ങൾ കൂടുതൽ കൊള്ള ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ കൂടുതൽ ദരിദ്രരാകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വളർച്ച, വികസനം, നവകേരളം എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു തുടങ്ങി. ഇനി ഫലപ്രദമായിട്ട് കേരളത്തെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്കാണ് കേരളം മുന്നേറുന്നത്. അതാണോ മാഷേ ഈ ഭരണ തുടർച്ച, മൂന്നാം ഭരണം, ഇടതുഭരണം ഉണ്ടാകുമെന്ന കോൺഫിഡൻസ്? ഞങ്ങൾക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ജനങ്ങളിലാണ്. ഇതിൻ്റെ അവസാന വാക്ക് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നുമല്ല. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്, ചരിത്ര വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിക്കൊടുത്തത് മാധ്യമങ്ങൾ എതിർക്കാതെ കൊണ്ടല്ല, സെൻട്രൽ ഏജൻസികൾ ശക്തിയായിട്ട് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കാതെ കൊണ്ടല്ല, ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ UDF-ഉം ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാതെ കൊണ്ടല്ല, ഈ എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും അധികാരത്തിൽ വന്നത്. എന്ന് പറഞ്ഞാൽ തുടർച്ചയായി LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു എന്നുള്ളത് ചരിത്രം കുറിച്ച ഒന്നായിരുന്നു. അതിൻ്റെ ഒപ്പം ഇനി അത് 2 ആണ് നേരത്തെ പറഞ്ഞത്. ഇത് 3ാമത്തെ ടേമിലേക്കുള്ള യാത്രയായിരിക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ടേമിനേക്കാളും പ്രധാനം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന് മാഷേ, ഇടതുമുന്നണിയുടെ യാത്രയാണ്. ഈ യാത്ര പാലക്കാട് സമാപിക്കുമ്പോഴേക്കും ഏതെങ്കിലും പുതിയ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം, ഗ്രൂപ്പുകൾ, പാർട്ടികൾ വരാനുള്ള സാധ്യത എത്രമാത്രം? അല്ല, അങ്ങനെയുള്ള ജനവിഭാഗങ്ങളൊക്കെ ഇടതുപക്ഷ ജനത്തിനോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഞങ്ങളോടൊപ്പം ചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതൊരു പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ല,
വിവിധ രീതിയിൽ ജനങ്ങൾ കൃത്യമായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വലതുപക്ഷത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഗ്രൂപ്പുകൾ, വ്യക്തികൾ, നേതാക്കൾ, പാർട്ടികൾ വരാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ചില ആളുകളൊക്കെ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. വളരെ കൃത്യമായി അനുജ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ഇടതുമുന്നണിയുടെ ഈ യാത്ര സമാപിക്കുമ്പോഴേക്കും പല വ്യക്തികൾ, മുന്നണികൾ, ഗ്രൂപ്പുകളൊക്കെ ഇടതുപക്ഷത്തേക്ക് വരാൻ വലതുപക്ഷത്തു നിന്നും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ചർച്ചകൾ നടക്കുകയാണ് എന്നുള്ളതാണ്. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം കാസർഗോഡ് നിന്നും ദീപക് ധർമ്മടം, 24. ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാത്ത ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശാജനകവുമാണ്. യുവശക്തി ബജറ്റ് എന്നാണ് തന്റെ 9ാം ബജറ്റിനെ ധനമന്ത്രി വിശേഷിപ്പിച്ചത്. ടെക്സ്റ്റൈൽ, സെമി കണ്ടക്ടർ, ബയോഫാർമ, ആയുർവേദ മേഖലയ്ക്കായി വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആയുർവേദ മേഖലയ്ക്ക് പുതിയ 3 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. Our aim is to transform aspiration into achievement and potential into performance, as we ensure that the dividends of growth reach every farmer, the scheduled caste, the scheduled tribes, the nomads, the youth, the poor and the women. In Vikasit Bharat Young Leaders Dialogue 2026, several innovative ideas were shared with our Prime Minister, which have inspired many of the proposals, making this a unique Yuva Shakti driven budget. Biopharma Shakti, meaning biopharma strategy for health advancement through knowledge, technology and innovation. India's disease burden is observed to be shifting towards non-communicable diseases like diabetes, cancer and autoimmune disorders. Biologic medicines are key to longevity and quality of life at affordable costs. To develop India as a global biopharma manufacturing hub, I propose the Biopharma Shakti with an outlay of 10,000 crores over the next 5 years. This will build the ecosystem for domestic production of biologics and biosimilars. പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം മാർച്ച് 31 വരെ നീട്ടി. വാഹനാപകട നഷ്ടപരിഹാരത്തെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് പിഴ ശിക്ഷ മാത്രമാണ് എന്നും ധനമന്ത്രി പറഞ്ഞു. New Income Tax Act. In July 2024, I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026. I propose that any interest awarded by the Motor Accident Claims Tribunal to a natural person will be exempt from income tax, and any TDS on this account will be done away with. I propose to extend time available for revising returns from 31st December to up to 31st March with the payment of a nominal fee. I also propose to stagger the timeline for filing of tax returns. Individuals with ITR 1 and ITR 2 returns will continue to file till 31st July, and non-audit business cases or trusts are proposed to be allowed time till 31st August. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.